അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരു ലോകത്തും അല്ലാഹു തആല സന്തോഷവും സമാധാനവും നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്കാർ ബുക്സ് പുറത്തിറക്കിയ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മളൊക്കെയും പതിവായി ഓതുന്ന സൂറത്തുകളായിരിക്കും സൂറത്ത് യാസീൻ, വാഖിഅ, തബാറക്ക തുടങ്ങിയ സൂറത്തുകൾ. പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാ സൂറത്തുകളുടെയും അർത്ഥവും അതിൻ്റെ ഉൾസാരവും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ആയുസ്സിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് തവണ നാം പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ, അതുപോലെ വാഖിഅ, തബാറക്ക, ചെറിയ ചെറിയ സൂറത്തുകൾ, ഇതിലൂടെയൊക്കെ അല്ലാഹു തആല എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ്. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ എന്നാണ്, ഖുർആനിൻ്റെ ഹൃദയമാണ്. അങ്ങനെ ആകാൻ മാത്രം എന്ത് പൊരുളുകളാണ് യാസീൻ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ വാഖിഅ സൂറത്ത് ലോകാവസാനത്തെക്കുറിച്ചും ശേഷമുണ്ടാകുന്ന അനന്തര സംഭവ വികാസങ്ങളെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും അല്ലാഹു തആല നൽകിയ നിരവധി നിഅമത്തുകളെക്കുറിച്ചും വിവരിക്കുന്നതാണ് സൂറത്തുൽ വാഖിഅ. തബാറക്ക സൂറത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അല്ലാഹു തആല എന്തിനു വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, നരകത്തിലെ ശിക്ഷയുടെ കാഠിന്യം, പിന്നീട് അല്ലാഹു തആല ചെയ്തെന്ന ഒരുപാട് നിഅമത്തുകൾ എണ്ണി എണ്ണി പറയുന്ന ആയത്തുകളാണ് 30 ആയത്തുകളിലൂടെ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യത്തെ അകറ്റാനും സൂറത്തുൽ മുൽക്ക് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം നാം പതിവാക്കേണ്ട സൂറത്തുകളാണ്. അദ്കാർ ബുക്സ് പുറത്തിറക്കിയ, ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തിറക്കിയ ഒരു തഫ്സീറുൽ ഖുർആൻ. ഈ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം, അൽ കഹ്ഫ് സൂറത്തിൻ്റെ വ്യാഖ്യാനം, അൽ കഹ്ഫ് സൂറത്തിൽ അതിൻ്റെ പേര് പോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം, അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം, ഖിദ്ർ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, യഅ്ജൂജ് മഅ്ജൂജ്, ദുൽഖർനൈനി എന്നീ ചരിത്രങ്ങൾ, മറ്റു പല ചരിത്രങ്ങളും മറ്റു നിരവധി വിഷയങ്ങളും വിവരിക്കുന്നതാണ് സൂറത്തുൽ കഹ്ഫ്. അത് ഈ പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നു. പിന്നീട് അർ-റഹ്മാൻ സൂറത്ത്, പിന്നീട് യാസീൻ സൂറത്ത്, വാഖിഅ, തബാറക്ക, വല്ലുഹ മുതൽ കുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള അവസാനമുള്ള 20 സൂറത്ത്. സാധാരണ മിക്ക ആളുകളും പാരായണം ചെയ്യുന്ന സൂറത്തുകൾ, അത് പൊതുജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സുന്നി ആദർശപ്രകാരം സുന്നി പണ്ഡിതന്മാർ 5ഓളം വലിയ തഫ്സീർ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് തഫ്സീറുൽ ഖുർആൻ. അതിൻ്റെ ഒരു ഘടന, ആയത്തുകൾ ആദ്യം പറഞ്ഞ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും പിന്നീട് പറയുന്നു. നല്ല വലിയ എഴുത്ത് പഠിക്കാൻ പറ്റിയ രൂപത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കിതാബ് ഉണ്ടായാൽ നമുക്ക് തന്നെ സംശയങ്ങൾ നോക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പതിപ്പിക്കാം, നമ്മുടെ കുട്ടികൾക്ക്, കുടുംബിനിക്ക് എല്ലാവർക്കും അത് പഠിക്കാം. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു കൃതി, കുറഞ്ഞ സൂറത്തുകൾ, അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട സൂറത്തുകൾ, അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഇതുപോലെ വിവരിക്കുന്ന മറ്റൊരു പുസ്തകം ഇന്ന് നമ്മുടെ കേരളത്തിൽ സുന്നി ആശയത്തിൽ ഊന്നിയത് ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റുന്നതാണ്. വലിയ ഖുർആൻ പരിഭാഷ കിട്ടും എന്നല്ലാതെ ഇത് 200 രൂപക്ക് കൊടുക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു കിതാബാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ പരിശുദ്ധ റമദാനിൽ ഈ ഒരു കിതാബ് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രതിജ്ഞാലുക്കളാവുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇതോടൊപ്പം ഈ കിതാബിൻ്റെ മുഖവില 200 രൂപയാണ്. ഇതോടൊപ്പം തന്നെ ദലായിലുൽ ഖൈറാത്ത് ഉൾപ്പെട്ട 25ഓളം സലാത്തുകൾ. ദലായിലുൽ ഖൈറാത്ത് എന്നത് ഇമാം ജസൂരി റഹ്മത്തുള്ളാഹി തങ്ങൾ ക്രോഡീകരിച്ച ഏറ്റവും മഹത്തായ സ്വലാത്താണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് വിശദമായിട്ടറിയാം, പലരും അത് പതിവാക്കിയവരാണ്. അതിൻ്റെ മഹത്വം ദുനിയാവിലും ആഖിറത്തിലും വലിയ മഹത്വം ലഭിക്കുന്നതാണ്.
തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഓരോ ദിവസവും ചൊല്ലാനുള്ള സ്വലാത്തുകളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ദലായിലുൽ ഖൈറാത്ത്, ആ സ്വലാത്തിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന ചെറിയ ചെറിയ സ്വലാത്തുകളൊക്കെ ഈ സ്വലാത്തിലൂടെ പറഞ്ഞു പോകുന്നതാണ്. വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലുന്ന അൽക്കഹഫിന് ശേഷമൊക്കെ പള്ളികളിലൊക്കെ പാരായണം ചെയ്യുന്ന നാം കണ്ടുവരുന്ന ആ സ്വലാത്ത് ദലായിലുൽ ഖൈറാത്തിൽ പെട്ടതാണ്. ദലായിലുൽ ഖൈറാത്ത് ഉൾപ്പെടെ മറ്റ് താജു സ്വലാത്ത്, തിബ്, കമാലിയ, ഫാത്തിഹ്, മുൻജിയ, ഉലുൽ അസ്മ് ഇതുപോലെയുള്ള, അതും കൂടാതെ നബിതങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള സ്വലാത്തുകൾ, വിഷമങ്ങൾ നീങ്ങാനുള്ളത്, കടം വീടാനുള്ളത്, ഉദ്ദേശം പൂർത്തിയാകാനുള്ളത് എന്നീ ആവശ്യങ്ങൾക്കൊക്കെ പ്രത്യേകതയുള്ള സ്വലാത്തുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു കിതാബാണ്. നല്ല വലിയ എഴുത്ത്, നല്ല വൃത്തിയുള്ള അക്ഷരം, എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നത്. ഓരോ വീട്ടിലും അത്യാവശ്യമായതാണ്. കാരണം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമ്മിൽ പലരും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ വ്യത്യസ്തമായ സ്വലാത്തുകൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ വലിയ ബർക്കത്തിനും നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫായത്തിനും അത് കാരണമാകും. നമുക്ക് ഏവർക്കും അല്ലാഹു തആല ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയ്ക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ദലായിലുൽ ഖൈറാത്ത് ഉൾപ്പെടെ ഈ പുണ്യമേറിയ സ്വലാത്തുകൾ എന്ന കിതാബിൻ്റെ വില 100 രൂപയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ റമദാനിൽ ഉടനെ ആവശ്യപ്പെടുന്നവർക്ക് 200 രൂപയുടെ തഫ്സീറുൽ ഖുർആൻ എന്ന ഈ കിതാബും 100 രൂപയുടെ ദലായിലുൽ ഖൈറാത്ത് ഉൾപ്പെടെയുള്ള ആ സ്വലാത്തുകളുടെ കിതാബും കൂടെ 300 രൂപ മുഖവിലയുള്ള കിതാബുകൾ 200 രൂപക്ക് തപാൽ വഴി അയച്ചു തരുന്നതാണ്. നിങ്ങൾ ഈ വോയിസ് കേട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഈ നമ്പറിൽ വാട്സപ്പിൽ അയക്കുക. കിതാബ് ബുക്ക് ചെയ്യുക. പോസ്റ്റ് വഴിക്ക് കിതാബ് നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ കിട്ടിയതിന് ശേഷം കാശ് ഗൂഗിൾ പേ ചെയ്ത് തന്നാലും മതി. എന്ന് മാത്രമല്ല, ഇത് സ്വലാത്തിൻ്റെയും മറ്റ് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വലാത്തിൻ്റെയും കിതാബുകൾ ആയതുകൊണ്ട് താഴ്മയോടെ നിങ്ങളോടെല്ലാവരോടും ഈ വോയിസ് ക്ലിപ്പ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് അപേക്ഷിക്കുകയാണ്. ഇത് നിങ്ങളിലുള്ള ഫോണിലുള്ള എല്ലാവരിലേക്കും അത് പാസ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ സ്വലാത്ത് കിതാബ് ഈ പരസ്യപ്പെടുത്തൽ മുഖേന ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയും അവർക്ക് അത് ചൊല്ലാൻ കാരണമാവുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഓഹരി നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ നീട്ടിവെക്കാതെ മറ്റെന്തെങ്കിലുമൊക്കെ വോയിസുകളിൽ വാട്സപ്പിൽ യൂട്യൂബിലൊക്കെ വരുന്നത് സെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് പോലെയല്ല ഇത് ഖുർആൻ തഫ്സീറിൻ്റെയും സ്വലാത്ത് കിതാബിൻ്റെയും കാര്യമാണ്. ആത്മാർത്ഥമായി സഹകരിക്കുക. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിൻ്റെ കിതാബ് ഏതെങ്കിലും വ്യക്തികൾക്ക് ഒന്നിൽ കൂടുതൽ കോപ്പി വാങ്ങി തൻ്റെ വീട്ടിലേക്കും തൻ്റെ അയൽവാസികൾക്കോ ബന്ധുക്കൾക്കോ മഹലിലുള്ള ഏതെങ്കിലും സാധുക്കൾക്കോ ഹദിയ സൗജന്യമായി സ്വതക്കയായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഒന്നിൽ കൂടുതൽ കോപ്പി എത്രയായിരുന്നാലും ഒരു 2 കോപ്പിയെങ്കിലും വാങ്ങി അടുത്ത പാവപ്പെട്ട വീട്ടുകാർക്ക്, ചൊല്ലുന്നവർക്ക്, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, നല്ല താല്പര്യത്തോടുകൂടെ സ്വീകരിക്കുന്നവർക്ക് നമ്മൾ വാങ്ങിക്കൊടുത്താൽ അവർ അത് ചൊല്ലുന്ന കാലം അത്രയും, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലവും നമ്മുടെ മരണാനന്തരവും അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നും പറയേണ്ടതില്ല. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്വലാത്ത് കിതാബ് വേറെ ആവശ്യമുള്ള കോപ്പി ചെറിയൊരു പൈസ കുറവോടുകൂടെ നൽകുന്നതാണ്. ഈ പറഞ്ഞ കിതാബുകളൊക്കെയും ഈ വോയിസ് ക്ലിപ്പ് കേട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിൽ അയക്കുക. ഇൻഷാ അല്ലാഹ് ഉടനെ ലഭിക്കുന്നതാണ്. കോപ്പികൾ തീരുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഖൈറും ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹകരണം പ്രതീക്ഷിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.